എത്ര വീഡിയോ ഇട്ടാലും അതിന് നിങ്ങൾ തരുന്ന കമൻസ് അത് വല്ലാത്തൊരു എനർജിയാണ്. അപ്പോൾ സാധാരണഗതിയിൽ ഒരു വീഡിയോയുടെ താഴെ നമ്മൾ എവിടെ നോക്കിയാലും കാണുക സൂപ്പർ അടിപൊളി ടേസ്റ്റി ഉണ്ടാക്കി കൊള്ളാമായിരുന്നു അങ്ങനെയൊക്കെയാണ്. പക്ഷേ എനിക്ക് കൂടുതലും കിട്ടുന്ന കമൻസ് അവർക്ക് എന്താണ് ആ റെസിപ്പി ഉണ്ടാക്കിയപ്പോൾ കിട്ടിയ ആ ഒരു എക്സ്പീരിയൻസ് അതുപോലെ 3, 4, 10 സെൻറ്റൻസുകളിലൊക്കെയാണ് ഇടുന്നത്. പലപ്പോഴും ഞാൻ ആലോചിച്ചിട്ടുണ്ട് ഇത്രയും സമയമെടുത്ത് ഈ ഒരു റെസിപ്പിയുടെ ഫീഡ്ബാക്ക് എഴുതാറുണ്ടല്ലോ. ശരിക്കും നിങ്ങളോടെല്ലാം എനിക്ക് നല്ല സ്നേഹമാണ്. കാരണം നിങ്ങൾ ആ ഒരു മനസ്സിൽ നിന്നും വരുന്നതാണ് നിങ്ങളെ കമൻ്റായിട്ട് എനിക്ക് തരാറുള്ളത്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു നമ്മുടെ ചിക്കൻ മപ്പാസാണ് ഈ ചാനലിലെ ഏറ്റവും ടേസ്റ്റി റെസിപ്പി എന്ന്. ഒരുപാട് പേര് ഇത് ട്രൈ ചെയ്തിട്ട് അതിൻ്റെ കമൻസ് എന്ന് പറഞ്ഞാൽ അതുപോലെ ഉള്ള കമൻസാണ് ഇതിൽ കിടക്കുന്നത്. പക്ഷേ ഈ ഇടയ്ക്കൊരു കമൻറ്റ് വന്നിരുന്നു. ധന്യയുടെ ഫുൾ നെയിം ഞാൻ പറയുന്നില്ല. ധന്യയുടെ കമൻറ്റ് വന്നു, ചിക്കൻ മപ്പാസിൽ ഇതുപോലെ അടിപൊളി ടേസ്റ്റാണ് ചേച്ചി, ഞാനത് ഉണ്ടാക്കിയിട്ട് പെട്ടെന്ന് തീർന്നു പോയി, അടിപൊളിയാണെന്നൊക്കെ പറഞ്ഞു. അപ്പം സാധാരണ എല്ലാവരും അതിൻ്റെ അടിയിൽ കമൻറ്റ് ചെയ്യാറുള്ളതാണ്. അത് കഴിഞ്ഞ് 2 ദിവസം കഴിഞ്ഞ് വീണ്ടും അതേ വീഡിയോ ഇടയിൽ ഈ ധന്യയുടെ കമൻറ്റ് വീണ്ടും വരികയാണ്. ചേച്ചി ഞാൻ ഇന്നത് വീണ്ടും ഉണ്ടാക്കി, എനിക്കതിൻ്റെ ടേസ്റ്റ് പറയാതിരിക്കാൻ നിവൃത്തിയില്ല എന്നും പറഞ്ഞ് വീണ്ടും എഴുതി. അപ്പോൾ എനിക്ക് ഒത്തിരി സന്തോഷം തോന്നി. അത് കഴിഞ്ഞ് ധന്യ വേറൊരു ചിക്കൻ റോസ്റ്റിൻ്റെ അടിയിൽ പോയി ഒരു കമൻറ്റ് ചെയ്ത് ആ കമൻറ്റാണ് ശരിക്കും എനിക്ക് വീണ്ടും വീഡിയോസ് ഇടാനായിട്ട് ഒരു പ്രചോദനം. അതുകൊണ്ടാണ് ഞാൻ എന്ത് ഈ വീട്ടിൽ ഉണ്ടാക്കിയാലും അതെല്ലാം എടുത്ത് വീഡിയോ ഇടുന്നുണ്ട് കേട്ടോ. അപ്പോൾ നേരത്തെ ഞാൻ അങ്ങനെ ചെയ്യാറില്ലായിരുന്നു. ചാനലിനേക്കൊരു വീഡിയോ ഇങ്ങനെ മനസ്സിൽ പ്ലാൻ ചെയ്യും, അതങ്ങ് ആ ദിവസം അത് ചെയ്യും, എന്നിട്ടത് വീഡിയോ അപ്ലോഡ് ചെയ്യും. ഇപ്പം ഞാൻ എന്ത് നമ്മൾ വീട്ടിലുണ്ടാക്കിയാൽ ചിലപ്പോൾ എനിക്ക് ഡ്യൂട്ടിയൊക്കെ ഉള്ളതല്ലേ, അപ്പോൾ ഞാൻ പെട്ടെന്നൊക്കെ ഉള്ള കറികളൊക്കെ ആയിരിക്കും എടുക്കുന്നത്. അപ്പോൾ അതിന് വലിയ സ്റ്റൈലോ അല്ലെങ്കിൽ നമ്മൾ ഒരുപാട് ഫോട്ടോസൊന്നും എടുക്കാതൊക്കെ ആയിരിക്കും ചെയ്യുന്നത്. പക്ഷെ അതെല്ലാം ഇടാൻ വേണ്ടി നിങ്ങൾ പറഞ്ഞിട്ടുമുണ്ട്, ഞാനത് ഇടുകയും ചെയ്യും കേട്ടോ. അപ്പോൾ ധന്യയുടെ ആ കമൻറ്റ് നമ്മുടെ ഉള്ളിക്ക് പോലും മാന്ത്രിക രുചിയുള്ള ചിക്കൻ റോസ്റ്റ് എന്ന ആ വീഡിയോയുടെ അടിയിലാണ് ആ കമൻറ്റ് വന്നത്. ചേച്ചി വിശ്വസിക്കുമോ എന്നെനിക്കറിയില്ല. ഇന്നലെ ചിക്കൻ മപ്പാസ് വീണ്ടും ഉണ്ടാക്കിയിട്ട് ഞാൻ കമൻറ്റ് ചെയ്തായിരുന്നു. ഞങ്ങൾ ദുബായിലാണ്. ഇന്നലെ കസിനൊക്കെ വന്നു, കറിക്ക് അടി ഉണ്ടാക്കി തികഞ്ഞില്ല. ഇന്ന് ഞങ്ങൾക്ക് കറിയൊന്നുമില്ല. ഹസ്ബൻഡ് ഫിഷ് വാങ്ങിക്കാൻ പോയപ്പോൾ ഞാൻ വാങ്ങിപ്പിച്ചില്ല, ചിക്കൻ തന്നെ മതിയെന്ന് പറഞ്ഞു. ഈ റെസിപ്പി ഉണ്ടാക്കാനുള്ള എക്സൈറ്റ്മെൻ്റ് ആയിരുന്നു മൈൻഡിൽ. ഇപ്പോൾ ഫ്രൈഡ് റൈസും ഈ ചിക്കൻ കറിയും റെഡി. ഞാൻ ചുമ്മാ പ്ലേറ്റിലെടുത്ത് കറി മാത്രം കഴിക്കുകയായിരുന്നു. എങ്ങനെ താങ്ക്സ് പറയണമെന്നറിയില്ല. ഒരു റെസ്റ്റോറൻറ്റിൽ പോലും ഇത്രയും ടേസ്റ്റുള്ള കറി കഴിച്ചിട്ടില്ല. വാവ്, അതൊരു നല്ലൊരു അപ്രീസിയേഷനാണ് കേട്ടോ. ചേച്ചി പ്ലീസ് ഇങ്ങനെ വെറൈറ്റി വീഡിയോസ് ഇനി ഇടണേ. ഞാൻ ഈ ഇടയ്ക്കാണ് ചേച്ചിയുടെ വീഡിയോസൊക്കെ കണ്ടു തുടങ്ങിയത്. ഇപ്പോൾ ചേച്ചി എൻ്റെ ആരൊക്കെയാണെന്നൊരു തോന്നൽ. ബിക്കോസ് കറി നന്നായാൽ ഹസും ഹാപ്പി, ആ ഡേ നമ്മൾ ഹാപ്പി ആയിരിക്കും. സോ എൻ്റെ ഹാപ്പിനെസ് മിക്കവാറും ഇപ്പോൾ ചേച്ചി കാരണമാണ്. എന്തോ പറയുന്നേ, ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒത്തിരി സന്തോഷം തോന്നി. ആ വീഡിയോയ്ക്ക് ശരിക്കും ഒരു 10,000-നടുത്ത് വ്യൂവേ ഉള്ളൂ. ഒരു ക്രിസ്മസിന് ഞാൻ വളരെ പെട്ടെന്ന് തയ്യാറാക്കിയൊരു വീഡിയോ ആണ്. ഒരു ലോക്കൽ ഫ്രൈഡ് റൈസ്, പാർട്ടി ടൈപ്പ് ഫ്രൈഡ് റൈസും ചിക്കൻ റോസ്റ്റും. ഒരുപാട് ചിക്കൻ റോസ്റ്റ് ഞാൻ ഇട്ടിട്ടുണ്ട്. ഈ ചിക്കൻ റോസ്റ്റ് ഒരു സ്പെഷ്യൽ ചിക്കൻ റോസ്റ്റാണ്. അതിൽ പലർക്കും അത് മനസ്സിലായില്ലായിരുന്നു. അതുകൊണ്ട് ഞാൻ വീണ്ടും ആ വീഡിയോ ചിക്കൻ റോസ്റ്റ് മാത്രമായിട്ട് ഞാൻ സെപ്പറേറ്റ് എന്നെ കൊണ്ട് നിങ്ങൾ ഇടിയിപ്പിച്ചിട്ടുണ്ട്. അങ്ങനെ 2 പ്രാവശ്യം ഒരേ വീഡിയോ തന്നെ ഞാനത് പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പം ഈ ഒരു കമൻറ്റ് പറയാമെന്ന് ഞാൻ കമ്മ്യൂണിറ്റി ടാബിൽ നേരത്തെ പറഞ്ഞിരുന്നു. അതുകൊണ്ടാണ് ഞാൻ ഈ കമൻറ്റ് ഇപ്പോൾ ഒരു വീഡിയോയിലങ്ങ് പറയുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം. ഇനി തുടരെ ഇങ്ങനെ വീഡിയോ വന്നുകൊണ്ടിരിക്കും. എനിക്ക് ഹെൽത്ത് ഉണ്ടെങ്കിൽ ദൈവം അനുവദിച്ചു കഴിഞ്ഞാൽ ഞാൻ കുറേ വീഡിയോസ് ഇടും കേട്ടോ. ഓക്കെ, നന്ദി, നമസ്കാരം.